അങ്ങനെ ഒരു വാഫിൽ കഴിക്കാനുള്ള കൊതി ഞങ്ങളിപ്പോ ബ്രസലിലെ ടൗൺ ഹാൾ വരെ എത്തിച്ചേക്കാണ്. എന്നാലും എന്നാ വലിയ ടൗൺ ഹാളല്ലേ ഇവര് പണിഞ്ഞു വെച്ചേക്കണേ. പിന്നെ അതിന്റെ ഭംഗിയൊക്കെ കണ്ട് ഒരു 10 ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ചെറുതായിട്ട് നടന്നു തുടങ്ങിട്ടു. എന്റെ പൊന്നോടോ അപ്പോഴാണ് എവിടെന്നും ഇല്ലാത്തൊരു വൃത്തികെട്ടമാണ്. എന്തായാലും തണുപ്പല്ലേ, എന്നാ ഒരു ചോക്ലേറ്റ് മൂസ് അങ്ങ് കയറ്റേക്കാന്ന് വെച്ചാൽ ഇരിക്കണ ഫ്രഷ് സ്ട്രോബറീസിലേക്ക് ഈ ഒഴുകണ ചോക്ലേറ്റ് ഒഴിച്ച ഒരു സാധനം നമുക്ക് തരും. ഈ ജാതി പല കൺഫ്യൂഷൻസ് ഉണ്ടായെങ്കിലും സംഭവത്തിന് നല്ല കിണ്ണം കാച്ച ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങൾ അടുത്ത് ഗാർഡനിലേക്കാട്ടോ പോയത്. ഇവിടെ ഈ ടുളിപ്സും കായും പൂവൊക്കെ പൂത്തൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. എന്റെ അമ്മയും കാര്യം ഈ വഴി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെയുള്ള പകുതിയോളം ചെടിയുടെ തണ്ട് ഇപ്പൊ എന്റെ വീട്ടിലിരുന്നേനെ. പിന്നെ ഈ ഗാർഡനിൽ നിന്ന് ഒരു 2 റീലിനുള്ള വകുപ്പ് ഒപ്പിച്ചിട്ട് ഞങ്ങൾ ഇതേ മുകളിലേക്ക് പോയി. സംഭവത്തിന് വ്യൂ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അത് ഇവിടുത്തെ ആദ്യത്തെ രാജാവ് ഓത്തെടുത്ത പള്ളിയുടെ മുമ്പിലും കൂടി ഒന്ന് കയറിയിട്ട് പോയിട്ടോ. പിന്നെ ഈ പോണ വഴിക്ക് കുറെ ചോക്ലേറ്റ്സും വാഫൽസും പിന്നെ മനർക്കൻ പിസിന്റെ സ്റ്റാച്ചു ആട്ടോ കണ്ടത്. ലെജൻസ് ഒക്കെ പറയുന്നത് ഈ കുട്ടിക്കുരിപ്പ് ഗൺ പൗഡർ ഫ്യൂസിൽ മൂത്രം ഒഴിച്ചിട്ട് ഒരു സിറ്റിയെ മുഴുവൻ രക്ഷിച്ചു എന്നാട്ടോ. ഉള്ളത് പറയാലോ, ഇത്രയും നേരം നടന്നുകൊണ്ട് നല്ല വിശപ്പുണ്ടായതുകൊണ്ട് തന്നെ ബെൽജിയം ഫ്രൈസും പിന്നെ ഗ്രീക്ക് ക്യൂസിന്റെ ഒരു പ്ലേറ്റ് അങ്ങ് ഓർഡർ ചെയ്തു. ഇതെല്ലാം കൂടി കഴിച്ചിട്ട് അരവിഴിഞ്ഞ പാമ്പിന്റെ കൂട്ടായപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്ന് അടുത്ത സ്പോട്ടിലേക്ക് നടക്കാമെന്ന്. അങ്ങനെ ആവുമ്പോൾ കഴിച്ചതൊക്കെ ദഹിക്കുമല്ലോ. അങ്ങനെ കുറെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്ത് ബെൽജിയത്തിൽ നിന്ന് നയിക്കുക ഇവിടെ വരേണ്ട സമയമായിട്ടോ. ഇനി ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ലൈഫ് ഈസ് ഷോർട്ട്, അത്യാവശ്യം ട്രാവൽ ചെയ്തോളൂ കേട്ടോ. കാരണം ഈ സമയവും ആരോഗ്യം നമുക്ക് തിരിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ.